എയർ ടു എയർ പോരാട്ടത്തിനായി തദ്ദേശീയമായ അസ്ത്ര മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്നീ മിസൈലുകളായിരിക്കും ഇവയിൽ സംയോജിപ്പിക്കുക. കൂടാതെ ഹൈദരാബാദിലെ DRDOയുടെ ഡിഫൻസ് R&D ലബോറട്ടറി പരീക്ഷിച്ച രുദ്രം ആന്റി റേഡിയേഷൻ മിസൈലുകളും ഈ വിമാനത്തിൽ ഉൾപ്പെടുത്തും. 350 കിലോമീറ്റർ റേഞ്ചും സോളിഡ് ഫ്യൂൽഡ് ഡക്റ്റഡ് റാംജെറ്റും ഉള്ളതിനാൽ അസ്ത്ര MK3 മിസൈലുകളായിരിക്കും ഈ വിമാനത്തെ ഒരു ഗെയിം ചേഞ്ചർ ആക്കുക എന്ന് കണക്കാക്കപ്പെടുന്നു. കൂടാതെ ഭാവിയിൽ 290 കിലോമീറ്റർ റേഞ്ചുള്ള 2 ബ്രഹ്മോസ് NG മിസൈലുകൾ വഹിക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നതിനാൽ ബ്രഹ്മോസിന്റെ സംയോജനം ഈ വിമാനത്തെ എയർ ടു ഗ്രൗണ്ട് റോളിൽ മാരകമാക്കുന്നു. DRDO ഗ്ലൈഡ് ബോംബുകൾ, സ്പൈസ് 2000, ക്രിസ്റ്റൽ മെയ്സ്, അൺഗൈഡഡ് ബോംബുകൾ എന്നിങ്ങനെ വിവിധതരം എയർ ടു ഗ്രൗണ്ട് ബോംബുകൾ വഹിക്കാൻ ഈ വിമാനത്തിന് കഴിയും. അതോടൊപ്പം തെയിൽസിന്റെ എക്സ്റ്റൗഡ് ഡീകോയ് സിസ്റ്റവും ഈ വിമാനത്തിൽ സംയോജിപ്പിക്കും. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഉത്തമ AESA റഡാറാണ് തേജസ് MK2 നയിക്കുക എന്നും ഈ തദ്ദേശീയ റഡാർ നേരത്തെ തേജസ് മോഡലുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇസ്രായേൽ നിർമ്മിത റഡാറുകളെക്കാൾ മികച്ചതാണ് എന്നതും ഈ വിമാനത്തെ ഒരു അപകടകാരിയാക്കി മാറ്റുന്നു.